ടോക്സിക് ആൻഡ് ടോക്സിസിറ്റി ഇത് നമ്മൾ ഈയിടെ വളരെ സാധാരണമായി ഉപയോഗിച്ചു വരുന്നൊരു വാക്കാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ടോക്സിക് ലേഡിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു മെഡിക്കൽ മിസ്റ്ററി. ഞാൻ സംസാരിക്കുന്നത് 1993 ജാനുവരി 13 കാലിഫോർണിയയിൽ ജനിച്ച ഗ്ലോറിയ റെമിറസ് എന്ന 31-കാരിയെക്കുറിച്ചാണ്. ഷി ടേൺസ് ഹെർസെൽഫ് ടു എ കെമിക്കൽ വെപ്പൺ. ദ ടോക്സിക് ലേഡി, ദ മെഡിക്കൽ മിസ്റ്ററി. വീഡിയോയിലേക്ക് പോവാം. ഒരു സായാഹ്നത്തിൽ എമർജൻസി നമ്പറിലേക്ക് ഒരു കോള് വരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് സെർവിക്കൽ ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജാണ്. ശ്വാസതടസ്സമായി ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ആശുപത്രിയിലേക്ക് പോകാനായി ഒരു ആംബുലൻസും എമർജൻസി സർവീസും വേണം. കേട്ട ഉടനെ എമർജൻസി സർവീസ് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് എത്തി. പേഷ്യൻറ്റിനെ സ്ട്രക്ചറിൽ ആംബുലൻസിലേക്ക് കയറ്റി. വഴിമധ്യേ ശ്വാസതടസ്സം മൂലം അവർക്ക് ഓക്സിജൻ ലെവൽ ശരീരത്തിൽ നിന്നും വളരെയധികം കുറയുന്നതായി കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് ഓക്സിജൻ നൽകിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഹോസ്പിറ്റൽ ഡോക്ടറായ മിസ് ജൂലിയെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ സെർവിക്കൽ ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജുമായി മല്ലിടുന്ന ഒരു പേഷ്യൻറ്റുമായി ഹോസ്പിറ്റലിലേക്ക് വരുന്നു, എമർജൻസി സൗകര്യങ്ങൾ റെഡിയാക്കി വെക്കുക. ഹോസ്പിറ്റൽ അധികൃതർക്ക് ഇതൊരു പുതിയ സംഭവമേ അല്ല. സെർവിക്കൽ ക്യാൻസറും ക്യാൻസറുമായി ബന്ധപ്പെടുന്ന പേഷ്യൻറ്റും റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള പേഷ്യൻറ്റും അവർക്കൊരു പുതുമയേ അല്ല. വളരെ നോർമലായി അവർ എമർജൻസി റൂമും സ്റ്റാഫിനെയും റെഡിയാക്കി നിർത്തി. അങ്ങനെ അതിവേഗം വന്ന ആംബുലൻസ് ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിലേക്ക് കടന്ന് രോഗിയെ സ്ട്രക്ചറിൽ നിന്ന് എമർജൻസി റൂമിലേക്ക് മാറ്റി. എമർജൻസി റൂമിലേക്ക് മാറ്റിയപ്പോൾ ക്രമേണ രോഗിയുടെ ഹാർട്ട് ബീറ്റ് കുറയുന്നതായി ഡോക്ടറും ബാക്കിയുള്ള സ്റ്റാഫുകളും ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഷോക്ക് കൊടുക്കാനായി അവർ തീരുമാനിച്ചു. ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഒരു നഴ്സ് ഗ്ലോറിയയുടെ ടീഷർട്ട് അഴിച്ചു. ടീഷർട്ട് അഴിച്ചതും ശരീരത്തിലാകെ എന്തോ ഒരു ഓയിലി സബ്സ്റ്റൻസ് അനുഭവപ്പെട്ടു. മേലാസകലം അത് തേച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. ഇതെന്താണെന്ന് അറിയുന്നതുമില്ല. അതുമാത്രമല്ല, ആ ശരീരത്തിൽ നിന്നും വായിൽ നിന്നും ഗാർലിക്കിൻ്റെതായി, അതായത് വെളുത്തുള്ളിയുടെ നിന്ന് തോന്നിക്കുന്ന ഒരു സ്മെല്ലും വരുന്നു. അവസാനം കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം കൊണ്ട് വല്ലതും വരുന്നതാണ് എന്നാണ് അവർ ആദ്യം കരുതിയത്. ഒട്ടും അമാന്തിക്കാതെ അവർ ഇലക്ട്രിക് ഷോക്ക് നൽകി. ഇലക്ട്രിക് ഷോക്ക് നൽകിയതും ബാക്കിയുള്ള മെഡിസിൻസ് കൊടുത്തതും രോഗിയുടെ ഹാർട്ട് ബീറ്റ് മെച്ചപ്പെട്ടു വരുന്നു. തുടർ പരിശോധനയ്ക്കായി കൂടെ ഉണ്ടായിരുന്ന ഒരു നഴ്സ് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തു. ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തതിനോടൊപ്പം തന്നെ ആ എമർജൻസി റൂം മുഴുവൻ ഒരു കെമിക്കൽ സ്മെല്ലിൻ്റെ മണം അനുഭവപ്പെട്ടു. ഒരു തരം അമോണിയയുടെ സ്മെല്ല്. ഇതെന്താണെന്ന് ആദ്യം അറിഞ്ഞില്ല. തുടർന്ന് അവർ പരിശോധനയിലേക്ക് കടന്നു. അങ്ങനെ ഇരിക്കുകയാണ് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തതിനെ തുടർന്ന് ആ നഴ്സ് ദേഹാസ്വാസ്യവും തലകറക്കവും മൂലം കുഴഞ്ഞു വീണു. എന്നിട്ട് ആ സിറിഞ്ച് ബാക്കിയുള്ള പരിശോധനയ്ക്കായി ഡോക്ടർ ജൂലിയാണ് വളരെയധികം നേരം കയ്യിൽ വെച്ച് പരിശോധിച്ചത്. നിമിഷ നേരം കൊണ്ട് തന്നെ ജൂലിക്കും ഇതേ തരത്തിലുള്ള അസുഖങ്ങൾ അനുഭവപ്പെട്ടു. തലകറക്കം, ശരീരം വേദന, തലചുറ്റൽ, അങ്ങനെ അവരും കുഴഞ്ഞു വീണു. അങ്ങനെ ആ റൂമിലുള്ള ഓരോ വ്യക്തികൾക്കുമായി ഈ കണ്ടീഷൻ വന്നു തുടങ്ങി. എല്ലാവർക്കും തലകറക്കം, ബോധം കെട്ട് വീഴുന്നു. എന്തോ ഒരു പാനിക്കിംഗ് സിറ്റുവേഷൻ ആ എമർജൻസി റൂം മുഴുവനായി പടർന്നു. അതുപോലെ തന്നെ ഒരു അമോണിയയുടെ സ്മെൽ ആ എമർജൻസി റൂമിൽ മുഴുവനായി പടർന്നു. ഇതുടൻ തന്നെ മീഡിയയും അറിഞ്ഞു. കൂടെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മറ്റു പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും അറിഞ്ഞു. ഒരു കാട്ടുതീ പോലെ ആ ഹോസ്പിറ്റലിൽ ഒന്നടങ്കം ഒരു കെമിക്കൽ ലീക്കേജ് ഉണ്ടെന്ന് അവർ പറഞ്ഞു പരത്തി. അഡ്മിറ്റ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം ഗ്ലോറിയ മരണത്തിലേക്ക് പോയി. പക്ഷേ തുടർന്നുള്ള പരിശോധനയിൽ ഗ്ലോറിയയുടെ ശരീരത്തിൽ നിന്നും കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിളിൽ യെല്ലോയും ബ്രൗൺ നിറത്തിലുമുള്ള തരിതരികളായുള്ള പാർട്ടിക്കിൾസ് ഡോക്ടേഴ്സ് കണ്ടു. ഉടൻ തന്നെ ആ എമർജൻസി റൂം സീല് ചെയ്യുകയും ഹോസ്പിറ്റൽ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും നടത്തി. ഇവിടെയുള്ള എല്ലാ പേഷ്യൻസിനെയും മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇതേ തുടർന്നാണ്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ ലീക്കേജിനെ തുടർന്നാണ് ഗ്ലോറിയ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നാടൊട്ടാകെ പടർന്നു. ഇതേ സംബന്ധിച്ച് ഗ്ലോറിയയുടെ പേരൻസ് കോടതിയിലേക്കും പോലീസിൻ്റെ അടുത്തേക്കും ഒരു കംപ്ലൈൻറ്റുമായി ചെന്നു. തൻ്റെ മകൾ മരിച്ചത് സെർവിക്കൽ ക്യാൻസർ മൂലമല്ല, ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഏതോ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ലീക്കേജ് മൂലമാണ്. ഇതേ തുടർന്ന് ഡോക്ടേഴ്സും പോലീസും ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കെമിക്കൽ ലീക്കേജ് ഉണ്ടോ, ഇതേ സംബന്ധിച്ചാണോ ഗ്ലോറിയയെ ചികിത്സിച്ച മറ്റുള്ള സ്റ്റാഫുകളും ഡോക്ടർമാരും തലകറങ്ങിയും ദേഹാസ്വാസ്യവും മൂലവും ബുദ്ധിമുട്ട് അനുഭവിച്ചത് എന്നും അവർക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ
ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ട് തന്നെ അവർക്ക് അന്ന് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് നിർബന്ധിച്ചു തന്നെ ഇരുന്ന അവർ പക്ഷേ പോസ്റ്റ്മോർട്ടം നീട്ടിവെച്ചു. തുടർന്നുള്ള ഡോക്ടേഴ്സിന്റെ പരിശോധനയിൽ ഗ്ലോറിയയുടെ ശരീരത്തിൽ എന്തോ ഒന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതായി അവർ കണ്ടെത്തി. പക്ഷേ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഗ്ലോറിയയുടെ ശരീരം അതുമായി പൊരുത്തപ്പെടാത്തതും മൂലം ആ പോസ്റ്റ്മോർട്ടം ഒരാഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കെമിക്കൽ റിയാക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ കൺസെപ്ഷൻ മൂലമാണ് ഗ്ലോറിയ മരിച്ചതെന്നോ അവർക്ക് കണ്ടെത്താനായില്ല. കിഡ്നി ഫെയിലിയറും റെസ്പിറേറ്ററി തകരാറും മൂലമാണ് ഗ്ലോറിയ മരണപ്പെട്ടത്. പക്ഷേ ഗ്ലോറിയയുടെ പേരൻസ് തന്റെ മകളുടെ മരണം ഒരു സാധാരണ മരണമായി കണക്കാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ അനാസ്ഥയുടെ ഉത്തരമാണ് തന്റെ മകളെന്ന് അവർ തീർത്തും ഉറപ്പിച്ചു. അതിനായി അവർ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒരു കേസ് ഫയൽ ചെയ്തു. വലിയ രീതിയിലുള്ള ഏതോ അപകടകരമായ ഒരു ഗ്യാസ് ഹോസ്പിറ്റലിൽ ലീക്ക് ആയിട്ടുണ്ട്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയാണ് തന്റെ മകൾ മരിച്ചതെന്നും കൂടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിനും ബാക്കി സ്റ്റാഫുകൾക്കും ഇതേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതെന്നും അവർ വാദിച്ചു. തുടർച്ചയായി ഗ്ലോറിയയുടെ വീടും ഹോസ്പിറ്റലിൽ പരിശോധിച്ച പോലീസും ബാക്കിയുള്ള ആളുകളും യാതൊരു വിധത്തിലുള്ള കെമിക്കൽ ലീക്കേജുകളോ കെമിക്കൽ സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഹോസ്പിറ്റലിൽ നിന്നോ ഗ്ലോറിയയുടെ വീട്ടിൽ നിന്നോ കണ്ടുപിടിച്ചിരുന്നില്ല. പക്ഷേ ഈ മിസ്റ്ററി ഇങ്ങനെ തുടരുന്നതിനോടൊപ്പം അവർക്ക് എന്തോ ഒന്ന് ഗ്ലോറിയയുടെ ശരീരത്തിൽ മറ്റാർക്കും അറിയാതെ ഇത്രയധികം ആൾക്കാരെ ഒരു ഡിഫിക്കൽട്ട് കണ്ടീഷനിലേക്ക് എത്തിച്ച എന്തോ ഒന്ന് ഗ്ലോറിയയുടെ ശരീരത്തിലുണ്ടെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറി കാലിഫോർണിയയിലേക്ക് ഗ്ലോറിയയുടെ ഇന്റേണൽ ഓർഗൻസ് ടോക്സിക്കോളജി ടെസ്റ്റിനായി അവർ അയച്ചത്. വളരെ നാളത്തെ പരിശോധനയ്ക്ക് ശേഷം അവർ കണ്ടെത്തി ഗ്ലോറിയയുടെ ശരീരത്തിലുള്ളത് DMSO അഥവാ ഡൈമെഥൽ സൾഫോക്സൈഡ് എന്ന കെമിക്കലാണ്. 90കളുടെ അവസാനം ഇത് ഉപയോഗിച്ചിരുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന, മസിൽ ക്രാംസ് തുടങ്ങിയവയിൽ നിന്ന് ഒരു പെയിൻ കില്ലറായിട്ടാണ്, അതായത് ഒരു വേദന സംഹാരിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ തുടർന്നുള്ള പഠനത്തിൽ ഇത് ശരീരത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനും ശരീരത്തിൽ വളരെയധികം ദൂഷ്യവശങ്ങൾ നിറയ്ക്കുന്നതുമായി കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉപയോഗം പൂർണ്ണമായി നിരോധിച്ചിരുന്നു. പിന്നീട് അത് ഉപയോഗിച്ചു വന്നത് ഹാർഡ്വെയർ ഷോപ്പുകളിൽ ഒരു ഡൈഗ്രീസർ ആയിട്ടാണ്. ഈ ഡൈഗ്രീസർ ആയിട്ടുള്ള DMSO ആണ് ഗ്ലോറിയ തന്റെ പെയിൻ കില്ലറായിട്ട് ശരീരം മുഴുവൻ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇതിന്റെ സ്മെല്ലാണ് ആശുപത്രിയിൽ പോകുന്ന വഴിയും ആശുപത്രിയിൽ എത്തിയും ഗ്ലോറിയയുടെ ശരീരത്തിൽ ഒരു ഗാർലിക്കിന്റെ സ്മെല്ലായി അല്ലെങ്കിൽ ഒരു അമോണിയയുടെ സ്മെല്ലായി രൂപപ്പെട്ടിരുന്നത്. പക്ഷേ ഈ DMSO നോർമൽ ലെവലിൽ ശരീരത്തിൽ ഇൻടേക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിൽ പുരട്ടുന്നത് കൊണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർക്കോ ചുറ്റുപാടുള്ള ആൾക്കാർക്കോ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും വരേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാരെ ഇത്രയധികം ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാൻ ഈ DMSOന് സാധിച്ചത്? പറയാം. ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്ലോറിയയ്ക്ക് വളരെയധികം ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ഈ ശ്വാസം മുട്ടൽ മൂലം അവരൊരു ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടു കൂടെ തന്നെ ഗ്ലോറിയയുടെ ശരീരത്തിലുള്ള ഓക്സിജൻ ലെവൽ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു. സോ ശരീരത്തിലുള്ള DMSO ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് DMSO2 എന്ന ഒരു കെമിക്കൽ റിയാക്ഷനായി മാറി, അല്ലെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയി മാറി. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് അപ്പോഴും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ല ഗ്ലോറിയയ്ക്കും കൂടെ ഉള്ളവർക്കും. പിന്നെ എങ്ങനെയാണ് ഈ DMSO ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആയി ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ വെപ്പണായി മാറിയത്? അല്ലെങ്കിൽ സ്വമേധയാ ഒരു ലേഡി എങ്ങനെയാണ് ഒരു കെമിക്കൽ വെപ്പണായി മാറിയത്? ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം ഹാർട്ട് ബീറ്റ് കുറയുന്നത് കണ്ട് ഡോക്ടേഴ്സ് അവർക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ. ഈ ഇലക്ട്രിക് ഷോക്ക് ഗ്ലോറിയയുടെ ശരീരത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ DMSO2 അതായത് ഈ ഡൈമെഥൽ സൾഫേറ്റ് ഗ്ലോറിയയുടെ ശരീരത്തിൽ ഒട്ടാകെ അബ്സോർബ് ചെയ്യപ്പെട്ടിരുന്നു. കാരണം അത്ര അളവിലാണ് ഗ്ലോറിയ തന്റെ പെയിൻ കില്ലറായിട്ടുള്ള DMSO ശരീരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ DMSO2 ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് DMSO4 എന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയി ഫോം ചെയ്തു. ഈ സബ്സ്റ്റൻസ് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ ആയിട്ടുള്ള 37°C യാതൊരു കുഴപ്പവും ഉണ്ടാക്കുന്നതല്ല. പക്ഷേ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി ഗ്ലോറിയയുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തപ്പോൾ ഈ ശരീര താപനിലയിൽ നിന്നുള്ള DMSO4 എമർജൻസി റൂം താപനിലയായിട്ടുള്ള 17°C മാറി.
ഉടൻ തന്നെ ഈ DMSO4 ഒരു ഗ്യാസ് രൂപത്തിലായി ആ റൂമിൽ ഒട്ടാകെ പടർന്നു. അതാണ് ആ റൂമിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു അമോണിയയുടെ സ്മെല്ലും അതിനോടൊപ്പം ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന്റെ സ്മെല്ലും അനുഭവപ്പെട്ടത്. ഈ DMSO4 ആ റൂം ടെമ്പറേച്ചറിൽ എത്തിയപ്പോൾ ആ റൂം മുഴുവൻ വ്യാപിക്കുകയും കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനും ഡോക്ടേഴ്സിനും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ബ്ലഡ് കളക്ട് ചെയ്ത സ്റ്റാഫ് ആദ്യം തന്നെ കുഴഞ്ഞു വീണു. അതിനുശേഷം ആ ബ്ലഡ് സിറിഞ്ച് ഏറ്റവും അധികം നേരം കൈകാര്യം ചെയ്ത ഡോക്ടർ ജൂലിയയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ഹസാർഡ് അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ നേരിടേണ്ടി വന്നത്. തുടർന്നുള്ള ജീവിതം അവർ പാരലൈസ്ഡ് ആയിരുന്നു. ഒരു വീൽ ചെയറിന്റെ സഹായത്തോടു കൂടി അല്ലാതെ ആ ഡോക്ടറിന് ശിഷ്ടകാലം ജീവിച്ചു തീർക്കാൻ സാധിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന ബാക്കി സ്റ്റാഫുകളും ആ റൂമിലുണ്ടായിരുന്ന ബാക്കി അംഗങ്ങളും 2 ആഴ്ചയ്ക്ക് ശേഷം ക്രമേണ തന്റെ ആരോഗ്യനില തിരിച്ചെടുത്തു. ഇതാണ് ദ ടോക്സിക് ലേഡി, the chemical substance or the lady who turns herself to a chemical weapon എന്നതിന് പിന്നിലുള്ള മെഡിക്കൽ മിസ്റ്ററി.